ബിഗ് ബോസ് തമിഴ് സീസൺ 8ൻ്റെ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം 6 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 6ാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നും നാളെയും. അപ്പം ആരാകും പുറത്തേക്ക് പോകുന്നതെന്നറിയാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഒരു എവിക്ഷനാണ് ഇതുവരെ നടന്നിരിക്കുന്നത് എന്നാണ്. അപ്പം 6ാമത്തെ ആഴ്ചയായിട്ടും ഒരു ഡബിൾ എവിക്ഷനിലേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇനിയിപ്പോൾ രണ്ടാമതൊരു എവിക്ഷൻ കൂടി ഉണ്ടോ എന്നും അറിയത്തില്ല. ആദ്യത്തെ ഷെഡ്യൂൾ, അതായത് സാറ്റർഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സൺഡേ എപ്പിസോഡ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുറത്തേക്ക് പോയത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു 100% ഉറപ്പ് ഈ ഒരു ഷൂട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു മാറ്റമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ച 13 പേരാണ് നോമിനേഷൻ ഉണ്ടായിരുന്നത്. 6 പേര് ബോയ്സിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ 7 പേര് നമ്മുടെ ഗേൾസിൻ്റെ സൈഡിൽ നിന്നും. അതിൽ ദീപക് നോമിനേഷൻ ഫ്രീ പാസ് ബോയ്സ് ടീമിന് കിട്ടിയതോടുകൂടി ദീപക് സേവ് ആയിരിക്കുകയാണ്. അതിനോടൊപ്പം ഈ ഒരു ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് സോണിൽ ഉള്ളവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്നിരിക്കുന്ന റിയ, അതുപോലെ തന്നെ വർഷിനി, മഞ്ചരി എന്നിവരൊക്കെയാണ്. രണവിനൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ഒരു പ്രാങ്ക്, അതായത് ഒരു സ്ക്രിപ്റ്റഡ് ബിഗ് ബോസ് പറഞ്ഞ ഒരു പ്രാങ്ക് ആക്ടിൻ്റെ നമ്മുടെ സ്കൂൾ ടാസ്ക് BB സ്കൂൾ ടാസ്കിൽ ഒരു പ്രാങ്ക് ആക്ട് ചെയ്തതോടുകൂടി നല്ല വോട്ടിങ്ങും ഒക്കെ കയറി മുന്നിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അൺഒഫീഷ്യൽ വോട്ടും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ. അപ്പം നിലവിൽ അൺഒഫീഷ്യൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഇതുപോലെ റിയ, മഞ്ചരി, വർഷിനിയൊക്കെയാണ് ഏറ്റവും വോട്ട് കുറവുള്ള കണ്ടസ്റ്റൻസ്. അതിനുശേഷം സാചന, രഞ്ജിത്തൊക്കെയാണ്. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു 6ാമത്തെ ആഴ്ചയിൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റിയ പുറത്തു പോയി എന്നാണ് അറിയുന്നത്. റിയ ഓൾറെഡി എവിക്റ്റായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും എന്നാണ് ഇതുവരെയും കിട്ടുന്ന ഒരു റിപ്പോർട്ട്. 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഒരു 90% ഉറപ്പിച്ചു. ഈ രണ്ടാമത്തെ ഷെഡ്യൂൾ ഷൂട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഒരു 100% ഉറപ്പിലേക്ക് എത്തിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുമോ എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇന്നോ നാളെയോ എപ്പിസോഡിലായിരിക്കും എലിമിനേഷൻ എപ്പിസോഡ് കാണിക്കുക. സിംഗിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലും കാണിച്ചേക്കാം. എന്തായാലും നമുക്ക് നോക്കാം. നിലവിൽ നമുക്ക് റിയ പുറത്തായി എന്നാണ് അറിയുന്നത്. അതുപോലെ ഇനി രണ്ടാമതൊരു എവിക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ചരി, അതുപോലെ തന്നെ വർഷിനി, സാചന ഇവർക്കൊക്കെ വോട്ട് കുറവാണ്. മഞ്ചരിക്കോ അല്ലെന്നുണ്ടെങ്കിൽ വർഷിനിക്കോ ആയിരിക്കും ഒരു ഡുവൽ എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധ്യത കൂടുതൽ. ബാക്കി കുറച്ച് പേര് ഈ പ്രാവശ്യം വൈൽഡ് കാർഡ് കൂടി വന്നതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും എസ്കേപ്പ് ആയിട്ടുണ്ട്. അതായത് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള നിലവിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൽ ആനന്ദി ഓൾറെഡി ഈ ഒരു നോമിനേഷനിൽ വരാതെ എസ്കേപ്പായി. അതുപോലെ തന്നെ സാചന പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. എന്നാൽ വൈൽഡ് കാർഡ് ഈ ഒരു നോമിനേഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഒരു വോട്ടിംഗ് കാറ്റഗറിയിലേക്ക് വരാത്തത് കൊണ്ടും അവർക്ക് പുതിയതായി വോട്ട് കൗണ്ട് തുടങ്ങേണ്ടത് കൊണ്ടും സാചനയുടെ ഒപ്പം എത്താനൊന്നും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഒരു ആഴ്ച കൊണ്ടൊന്നും പെർഫോം ചെയ്ത് എടുക്കാൻ സാധിക്കില്ല. പക്ഷെ 4, 5, 6 ആഴ്ച ഉണ്ടായിട്ട് സാചനയ്ക്കൊന്നും അവിടെ പെർഫോം ചെയ്യാനോ പ്രേക്ഷകരുടെ ഒരു വോട്ടിംഗ് ലിസ്റ്റിലേക്ക് എത്താനോ സാധിച്ചിട്ടില്ല. അപ്പോൾ സാചനയൊക്കെ എന്താണെന്നുണ്ടെങ്കിലും എസ്കേപ്പായി എന്ന് തന്നെ പറയാം. അതുപോലെ ആനന്ദി എസ്കേപ്പായി, രഞ്ജിത്ത് എസ്കേപ്പായിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സാധ്യതകൾ കൂടുതലും നമ്മുടെ ഈ പറയുന്ന വൈൽഡ് കാർഡിന് തന്നെയായിരിക്കും. ഇപ്പം നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം റിയ, അതോടൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അടുത്തൊരു കണ്ടസ്റ്റൻറ്റും ഈ പറഞ്ഞ വൈൽഡ് കാർഡിൽ ഒരാളായിരിക്കും. വർഷിനി അല്ലെന്നുണ്ടെങ്കിൽ മഞ്ചരി, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും. എന്നാൽ അതൊരു നമുക്കൊരു ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫെയർ എന്ന് തന്നെ പറയേണ്ടി വരും. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പ്രേക്ഷകരുമായി കണക്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അവർ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അവർക്കൊരു പെർഫോമൻസ് ചെയ്യാനോ ഒന്നും ഇതുവരെ സമയം എത്തിയിട്ടില്ല. 1 വീക്ക് മതിയാകാതെ വരുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്നത് പോലെ റിയ, നമ്മൾ ഈ സാചനയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് റിയ. അതുപോലെ തന്നെ വർഷിനിയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മഞ്ചരി ആണെന്നുണ്ടെങ്കിലും സ്ട്രോങ് കണ്ടസ്റ്റൻസ് എന്ന് തന്നെ നമുക്ക് പറയാം. ബട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. പ്രേക്ഷകർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. തമിഴ് ഓഡിയൻസ് എന്ന് പറയുന്ന അവർക്ക് ഒരു സെപ്പറേറ്റ് ഫോർമാറ്റാണ്, സെപ്പറേറ്റ് താല്പര്യങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. എന്തായാലും നമുക്ക് നോക്കാം. നിലവിൽ നമ്മുടെ റിയയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. നമുക്ക് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം.